നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിൽ UAE മുന്നിൽ തന്നെയാണ്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായി തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭരണകൂടം തയ്യാറല്ല. അത്തരത്തിൽ പണി മേടിച്ച് ജയിലിൽ കിടക്കുന്ന പ്രവാസികളുടെ എണ്ണവും ഒട്ടും കുറവല്ല. ഇപ്പോൾ 13 ഇന്ത്യക്കാർക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അബുദാബി ക്രിമിനൽ കോടതി. ഇതിനുശേഷം ഇവരെ നാടുകടത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിപ്പും നടത്തിയതിനാണ് ഇത്രയും ഇന്ത്യക്കാർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്ത കമ്പനി രൂപീകരിച്ച് 51 കോടി ദിർഹത്തിന്റെ പണമിടപാട് നടത്തിയെന്നാണ് കണ്ടെത്തിയത്. പിടിയിലായ 4 പേർക്ക് 5 മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ വിധിച്ചതിന് പുറമെ ഈ ശിക്ഷാ കാലയളവ് പൂർത്തിയായ ശേഷം നാടുകടത്താനും അബുദാബി കോടതിയുടെ വിധിയിലുണ്ട്. 50 ലക്ഷം ദിർഹം മുതൽ 1 കോടി ദിർഹം വരെയുള്ള പിഴയും ചുമത്തിയിട്ടുണ്ട്. ഒരു ട്രാവൽ ഏജൻസിയുടെ ഓഫീസ് കെട്ടിടം ഉപയോഗപ്പെടുത്തി നിയമവിരുദ്ധമായ തരത്തിൽ കമ്പനി രൂപീകരിക്കുകയും ഈ കമ്പനിയുടെ പേരിൽ അനുമതിയില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഇടപാടുകളിലൂടെ 50 കോടി ദിർഹത്തിലധികം ലാഭമുണ്ടാക്കുകയും ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കാനായി വിപുലമായ റാക്കറ്റാണ് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഉപഭോക്താക്കൾക്ക് പണം നൽകി അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ പ്രതികളുടെ സ്ഥാപനങ്ങളിലെ POS സ്വൈപ്പിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കുമായിരുന്നു. ഇതിലൂടെ വ്യാജ വിൽപ്പന രേഖയുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കുന്നതായിരുന്നു രീതി. ചില ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക തീർക്കാൻ വേണ്ടി അവരുടെ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുകയും ശേഷം ഇവരുടെ കാർഡുകൾ ഉപയോഗിച്ച് വ്യാജ പണമിടപാടുകൾ നടന്നതായുള്ള രേഖകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി പലിശ ഇനത്തിലുള്ള തുക കാർഡ് ഉടമകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തിരുന്നു. ചെറിയ സമയത്തിനുള്ളിൽ വളരെ വലിയ തുകകളുടെ പണമിടപാടുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്കുമുള്ള പണം കൈമാറ്റവും ശ്രദ്ധയിൽപ്പെട്ട ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂണിറ്റാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. ഇവരുടെ സ്ഥാപനങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളിൽ ഇത്ര വലിയ തുകകളുടെ പണമിടപാട് നടക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് ഇടപാടുകൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പ്രതികളുടെ ഉടമസ്ഥതയിൽ UAEയിലുള്ള 7 കമ്പനികൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. കമ്പനികൾ ഓരോന്നും 1 കോടി ദിർഹം വീതം പിഴയടക്കണം. ശിക്ഷിക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.